കയ്യിൽ നിന്ന് പോയിട്ടില്ല. മോഹൻലാലിനെ വെച്ച് പരസ്യം എടുത്തപ്പം MD-യോട് ചോദിച്ചു, മണി അടിക്കാൻ ഞാനിവിടെ വരട്ടോ സാറേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ മോഹൻലാൽ മാത്രം മതി, ഉള്ളിയും കൂടെ മണി അടിക്കണ്ട എന്ന് ഞാനാണ് പറഞ്ഞത് കേട്ടോ. മോഹൻലാലിന്റെ പരസ്യത്തിൽ ഒരാഗ്രഹം, മോഹൻലാലിന്റെ ബസ്സിനൊന്ന് മണി അടിച്ചാൽ കൊള്ളാമെന്ന്. ഞാൻ പറഞ്ഞു അത് വേണ്ട, മോഹൻലാൽ എന്നെ പണ്ട് പഠിക്കുന്ന കാലത്തെ മോഹൻലാൽ ബെല്ലടിക്കുന്ന ആളാണ്, അതുകൊണ്ട് മോഹൻലാൽ അടിച്ച് മോഹൻലാൽ എന്നെ ഓടിച്ചോളും എന്ന് MD-യോട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മളുണ്ടല്ലോ, മോഹൻലാലിനെ പോലുള്ള മഹാനടന്മാർ നമുക്ക് വേണ്ടി പരസ്യം ചെയ്തതാണ് സൗജന്യമായിട്ട്. നിങ്ങൾ മനസ്സിലാക്കണം, പ്രിയദർശനെ പോലെ വലിയ സംവിധായകർ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംവിധായകരുള്ള പ്രിയദർശൻ സൗജന്യമായി ഒരു പൈസ പോലും പറ്റാതെ KSRTCക്ക് വേണ്ടി അദ്ദേഹം അത് ചെയ്തത്. രണ്ട് കാര്യങ്ങളാണ്: KSRTCയുടെ ഇഷ്ടം, രണ്ട് എന്നോടുള്ള സ്നേഹം. അത് രണ്ടുമാണ് തികച്ചും വ്യക്തിപരമാണ്. KSRTCയെ അവർ വ്യക്തിപരമായി മനസ്സിൽ ഇഷ്ടപ്പെടുന്നു, എന്നെ വ്യക്തിപരമായി അവർ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് വിരോധിപ്പിക്കാനും വിദ്വേഷിപ്പിക്കാനും. എൻ്റെ ചോര വേണമെങ്കിൽ ഒരു പിച്ചാത്തിയതാ, ഞാൻ മുറിച്ചു തരാം, കുടിച്ചോ, അല്ലാതെ വെറുതെ നടന്ന് എൻ്റെ പുറകെ നടക്കണ്ട. ഞാൻ ഇന്നിപ്പോൾ ഇതൊന്നും തരാതെ ഞാൻ രാജിവെച്ചു പോകുന്ന ചിലർ വിചാരിച്ചേ, അത് നടന്നില്ല. അങ്ങനെയൊക്കെ ആഗ്രഹിക്കാൻ കൊള്ളാമോ? മന്ത്രിസഭയ്ക്ക് ഇനി 5 ദിവസം 6 ദിവസം കാലം. ഇലക്ഷൻ പ്രഖ്യാപിച്ച മന്ത്രിക്ക് പിന്നെ ഒരു വിലയില്ല, മന്ത്രിക്ക് ഒരു വിലയില്ല ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് അത്തരം സന്തോഷത്തിന് വേണ്ടി നടക്കണ്ട, അതൊരു നല്ല കാര്യമല്ല. എൻ്റെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആണെങ്കിലും KSRTC പെൻഷൻ അത് പോയിട്ടില്ല, കയ്യിൽ നിന്ന് പോയിട്ടില്ല. മോഹൻലാലിനെ വെച്ച് പരസ്യം എടുത്തപ്പം MD-യോട് ചോദിച്ചു, മണി അടിക്കാൻ ഞാനിവിടെ വരട്ടോ സാറേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ മോഹൻലാൽ മാത്രം മതി, ഉള്ളിയും കൂടെ മണി അടിക്കണ്ട എന്ന് ഞാനാണ് പറഞ്ഞത് കേട്ടോ. അതല്ല, എല്ലാ ബസ് സ്റ്റേഷനും കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും ബസ് സ്റ്റേഷനുകൾ ഒരുമിച്ച് പണിഞ്ഞ കാലഘട്ടമല്ല. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം ഒരിക്കലും തീരാതെ കിടന്ന കോതമംഗലം ബസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടുത്തെ MLA, ചെറുപ്പക്കാരനെ MLA പറഞ്ഞു, മന്ത്രി ഞാൻ ജനിക്കുന്നതിന് മുമ്പാണ് ഇതിന്റെ പണി തുടങ്ങിയത്, ഇപ്പോഴെങ്കിലും തീർന്നല്ലോ എന്നാണ് പറഞ്ഞത്. മൂവാറ്റുപുഴ ബസ് സ്റ്റേഷൻ, തീരാതെ കിടന്ന ബസ് സ്റ്റേഷൻ, നാളെ വൈകിട്ട് 5 മണിക്ക് ഞാൻ ഉദ്ഘാടനം ചെയ്യും. തീരാതെ കിടന്നാണ്. അവിടുത്തെ MLA ഞാനുമായി സംസാരിച്ച് ടൈം ബൗണ്ടഡ് ആയിട്ട് നമ്മൾ ഇത്ര ദിവസങ്ങളിൽ ടെൻഡർ വിളിക്കും, ഇത്ര ദിവസങ്ങളിൽ പണി തീർക്കും, അങ്ങനെ ഷെഡ്യൂൾ വെച്ചാണ് ചെയ്തത്. കൊട്ടാരക്കര ബസ് സ്റ്റേഷൻ തറക്കല്ലിട്ടു, കായംകുളം ബസ് സ്റ്റേഷന് തറക്കല്ലിട്ടു, ടെൻഡർ വിളിച്ച നടപടിയാണ്. കൊല്ലം ബസ് സ്റ്റേഷന് തറക്കല്ലിട്ടു, ചെങ്ങന്നൂരിട്ടു, ചങ്ങനാശ്ശേരി പണി തീരാറായി വരുന്നു, തൃശ്ശൂര്, ഇരിഞ്ഞാലക്കുട, ചാലക്കുടി, ഇതെല്ലാം നമ്മൾ ആറ്റിങ്ങൽ ഇടാൻ പോകുന്നു. ബാക്കിയല്ല, ഇത്രയധികം ബസ് സ്റ്റേഷനുകൾ അത്യന്താധുനിക സൗകര്യമുള്ള കോടികൾ ചെലവഴിച്ച്, അത് 10 കോടി 11 കോടി 13 കോടി 18 കോടി ചെലവാക്കിയുള്ള ബസ് സ്റ്റേഷനുകൾ ട്രാൻസ്പോർട്ടിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ബസ് സ്റ്റേഷനുകൾ ഒന്നിച്ച് നിർമ്മിക്കുന്നത് എന്ന് നമുക്ക് സന്തോഷിക്കാം. ബസ് സ്റ്റേഷന്റെ മുഖച്ഛായ മാറുകയാണ്. ജീവനക്കാരിൽ നിന്ന് ജോലി ചെയ്യുന്ന ഓഫീസ് മുറികൾ എയർ കണ്ടീഷൻ ചെയ്യാൻ പോയാണ്. ഹെഡ് ഓഫീസിലും പേടിക്കണ്ട, ഇതെല്ലാം സോളാറിലേക്ക് മാറും. എല്ലാ ബസ് സ്റ്റേഷനുകളും ഘട്ടം ഘട്ടമായി MPമാരുടെ ഫണ്ട് തരാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ സമ്മർദ്ദം ചെലുത്തി അത് വാങ്ങിയാൽ എല്ലാ ബസ് സ്റ്റേഷനും സോളാർ ആവുന്നതോടെ KSRTCയുടെ വൈദ്യുതി ചാർജ് ഒരു മാസം കോടിക്കണക്കിന് രൂപ കുറയുമ്പോൾ KSRTCയുടെ നഷ്ടം കുറയും, പിന്നെയും നഷ്ടം കുറയും. ഈ ഹെഡ് ഓഫീസ് അടക്കം ഏതെങ്കിലും കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ചോ അല്ലെങ്കിൽ MPമാരെ ഫണ്ട് ഉപയോഗിച്ചോ നിങ്ങൾ ഓരോരുത്തരും, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനം ട്രേഡ് യൂണിയൻ ഉള്ളവരിവിടെ ഉണ്ട്, നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിച്ചുകൊണ്ട് MPമാരെ കണ്ട് സംസാരിച്ച് അവരെ ഫണ്ട് വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ബസ് സ്റ്റേഷനും നമുക്ക് സോളാർ വെക്കുന്നതോടുകൂടി നമ്മുടെ വൈദ്യുതി നിരക്കിലുണ്ടാകുന്ന ലാഭം നമ്മളെ വലിയ നിലയിലേക്ക് ഉയർത്തും. KSRTC പുതിയ ബസ്സുകൾ വരും. KSRTCയുടെ ബിസിനസ് ക്ലാസ് ബസ് ഒരു 15-ാം തീയതി കഴിയുമ്പോഴേക്കും, ഇനി വേറെ ഒന്നുമില്ല, പെയിന്റ് മാത്രമേ ഉള്ളൂ. ഇന്നലെ പെയിന്റ് അടിക്കാൻ കൊടുത്തു കഴിഞ്ഞു. പെയിന്റിന്റെ ഡിസൈൻ കൊടുത്തു. വളരെ എലിഗന്റ് ആയിട്ടുള്ള ഒരു പെയിന്റാണ്. നമ്മൾ കളർഫുൾ മാറ്റി വേറൊരു സ്റ്റൈലൻ ഒരു പെയിന്റാണ് അടിച്ചിരുന്നത്. ആ ഒരു സ്റ്റൈലുമായിട്ട് ഒരു 15-ാം തീയതി കഴിയുമ്പോൾ ആ വണ്ടി വരും. വന്നാലുടൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്താലും അത് ഓടത്തക്ക രീതിയിൽ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചു കഴിഞ്ഞു. ആ വണ്ടി വരുമ്പോൾ ഞാൻ മാധ്യമങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ഒന്ന് ഓടിച്ച് കാണിക്കും അതിനകത്ത് സൗകര്യങ്ങൾ. തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഉദ്ഘാടനം നടത്തുന്നതല്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ ഉദ്ഘാടനം നടത്തത്തില്ല, വന്നില്ലെങ്കിൽ ഉദ്ഘാടനം നടത്തും. അല്ലെങ്കിൽ ഒന്ന് ഓടിച്ച് കാണിക്കും, എല്ലാവരെയും ഒന്ന് കയറി എന്താണ് ബിസിനസ് ക്ലാസ് ബസ് എന്നറിയണം. എല്ലാ ടോയ്ലറ്റിന്റെ സൗകര്യമുണ്ട്, പാൻട്രി ഉണ്ട്, അതിനകത്ത് എല്ലാ സൗകര്യമുണ്ട്. KSRTCയുടെ അഭിമാനകരമായ അടയാളമായിരിക്കും. തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഉടനെ തന്നെ തുടങ്ങും. ഇത് കണ്ടു കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ ആരംഭിക്കും. അവർക്ക് അതിനുള്ള പൈസ ഉണ്ട്, നമുക്ക് അത്ര ഇല്ലെങ്കിൽ പോലും നമ്മൾ തുടങ്ങിയാണ്. ബിസിനസ് ക്ലാസ് ബസ് വരുന്നു. അതുപോലെ ബഡ്ജറ്റ് ടൂറിസത്തിന് വേണ്ടി 10 എയർ കണ്ടീഷൻ ബസ്സുകൾ, ചെറിയ നമ്മളെ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം പോലെയുള്ള വണ്ടികൾ 10 എണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരും ബഡ്ജറ്റ് ടൂറിസത്തിന് വേണ്ടി. AC, അതായത് ഒരു സെൻട്രൽ 2-3 സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ഒരു AC ബസ് കൊടുക്കും. ഇഷ്ടമുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പൂൾ ചെയ്തെടുക്കാം. ഡ്രൈവർ ഓടിക്കാൻ അറിയാവുന്ന ആൾ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇടുക്കിയിൽ സംഭവിച്ചത് അവിടെ സംഭവിക്കും. അതുകൊണ്ട് ഡ്രൈവറെ മാറ്റില്ല, കോർഡിനേറ്റർമാർക്ക് മാറാം. പിന്നെ ഡ്രൈവർ ഒരാൾ തന്നെ ആയിരിക്കണം, അത് ഓടി നശിപ്പിക്കാൻ പറ്റത്തില്ല വണ്ടി. അപ്പോൾ അതുകൊണ്ട് വലിയൊരു വ്യത്യാസം. ഇതുവരെ ചരിത്രത്തിൽ ഇല്ലാത്ത അത്രയും വണ്ടികൾ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ടും വരാൻ പോവുകയാണ്. അതെല്ലാം നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് വണ്ടി വന്നാലും നമ്മൾ അങ്ങോട്ട് പോയാലും കേരളത്തിലെ ജനങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരമാവുകയാണ്. KSRTCയിൽ ഈ പറയുന്ന പോലെ ചിലർ പറയുന്നതൊക്കെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യം കൊടുക്കുമെന്ന് ചോദിച്ചു.
ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു തമിഴ്നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സിറ്റിയിലൊക്കെ ലോക്കൽ ബസ്സിൽ കൊടുക്കുന്നുണ്ട്, വലിയ പാടാണെന്ന് അദ്ദേഹം പറഞ്ഞത്. കർണാടകത്തിൽ മുഴുവൻ ആൾക്കാർക്കും കൊടുത്ത് അതിൻ്റെ കഥ കഴിഞ്ഞു. അതുകൊണ്ട് നടക്കാത്ത കാര്യം, ഇതൊന്ന് രക്ഷപ്പെട്ടു വരികയാണ്. ദയവ് ഇത് പാവപ്പെട്ട ഈ ജീവനക്കാരെ കഞ്ഞിയിൽ ഇനി ചെളി വാരിയിടല്ലേ എന്ന് മാത്രമേ ഇനി അഭ്യർത്ഥിക്കാനുള്ളൂ. അവരെ ഒരുവിധം രക്ഷപ്പെട്ട് അവർ സന്തോഷമുള്ള ഒരു സമാധാനമുള്ളൊരു ജീവിതത്തിലേക്ക് KSRTC ജീവനക്കാർ പ്രവേശിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയം നല്ലതാണ്, ആരാൻ്റെ പണമാണ്, ഇത് ജനങ്ങളുടെ പണമാണ്. എൻ്റെ കുടുംബസ്വത്താണെങ്കിൽ അതെടുത്ത് എനിക്ക് ദൗർജന്യം അനുവദിക്കാം. എൻ്റെ അച്ഛനപ്പന്മാർ സമ്പാദിച്ചതൊന്നുമല്ലത്. ഈ പാവപ്പെട്ട ജീവനക്കാർ, ഈ കണ്ടക്ടറും ഡ്രൈവറും രാവിലെ ഇറങ്ങി പൊടിയും അടിച്ച് മണ്ണും തിന്ന് ചൂടും തിന്ന് റോഡിലുള്ള പുകയും വലിച്ചു കയറ്റി കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന കാശെടുത്ത്, ഞാൻ ഇന്നാൾ പറഞ്ഞ പോലെ പഴവങ്ങാടിയുടെ മുമ്പിൽ കൂടെ പോയപ്പോൾ ഒരു തേങ്ങ ഉരുണ്ട് കിടക്കുന്ന അവിടെ, ആ തേങ്ങ എടുത്ത് ഗണപതിക്ക് അടിച്ചേച്ച് ഗണപതി ഭഗവാനെ എന്നെ രക്ഷിച്ചോണ്ടേ എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി പറ്റിയ സ്ഥലമല്ല KSRTC. അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സൗജന്യം KSRTC അനുവദിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ജോലി എന്ന് പറയാം, നിങ്ങൾക്കറിയാം. ആ വാർത്ത വായിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, തികച്ച് 2 മാസം ഈ സാധനം മുന്നോട്ട് പോകത്തില്ല. ഇവരങ്ങ് മാറുമ്പോൾ സൗജന്യം കൊടുക്കേണ്ടാത്ത പ്രൈവറ്റ് ബസ്സുകാരൻ ഇവിടെ ഇരച്ചു കയറും എന്ന് മറക്കരുത്. അതുകൊണ്ട് അത്തരം വേലകളൊന്നും, അത്തരം ഗിമിക്സുകൾ നമ്മളെ ജനങ്ങളെ കബളിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കള്ള വാഗ്ദാനങ്ങൾ, ഞാൻ നിങ്ങൾക്ക് ഇത്രയും നാളിനിടയിൽ ഈ 2.5 വർഷത്തിനിടെ എന്തെങ്കിലും കള്ള വാഗ്ദാനം തന്നിട്ടുണ്ടോ? പറഞ്ഞ ഏതെങ്കിലും കാര്യം ഞാൻ സാധിച്ചു തരാതിരുന്നുണ്ടോ? ഗണേഷ് കുമാർ പറഞ്ഞതേ നടക്കുന്നതേ പറയൂ, പറഞ്ഞാൽ ചെയ്തിരിക്കും എന്ന് എല്ലാവർക്കും കാണാൻ. എന്നെ പ്രിയങ്കരനായ എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ അനുജനമായ ഹൈബി ഈഡൻ എന്നെ പറ്റി നല്ല വാക്ക് പറഞ്ഞപ്പോൾ പലരും അയാളെ ചീത്ത വിളിച്ചു. സത്യമല്ലേ പറഞ്ഞ? ഹൈബി ഈഡൻ ഒരു MP എന്ന നിലയിൽ പലവട്ടം, MLA പലവട്ടം എറണാകുളം ബസ് സ്റ്റേഷൻ ഒന്ന് വൃത്തിയാക്കി തരണം എന്ന് എല്ലാവരുടെയും കൈയും കാലും പിടിച്ച് നാണക്കേടായിരുന്നു. അവർക്ക് MP-മാർക്ക് MLA-മാർക്ക് നാണക്കേടായിരുന്നു. അതൊന്ന് പരിഹരിക്കണമെന്ന് നമ്മുടെ മന്ത്രി രാജീവ് അടക്കമുള്ള ആളുകൾ എല്ലാവരോടും പറഞ്ഞിട്ട് ആരും കേട്ടില്ല. ഞാനത് കേട്ടത് ഒരു തെറ്റാണെങ്കിൽ ആ തെറ്റ് ഞാൻ ചെയ്തിരിക്കുന്നു. ഞങ്ങളത് സമയബന്ധിതമായി CMDയെ മിക്കവാറും ആഴ്ചകൾ അവിടെ നിർത്തി അതിമനോഹരമായി നമ്മൾ BPSCയിലും സ്പോൺസർമാരെ വെച്ച് KSRTCയുടെ പണം ചെലവാക്കിയില്ലെന്ന് ആലോചിക്കണം. MLA ഫണ്ടും ഒക്കെ ഉപയോഗിച്ച് അതിനെ അതിമനോഹരമാക്കാൻ കഴിഞ്ഞു. അവിടെ ഒരു കടയ്ക്ക് വാടക പോയിരിക്കുന്നത് 85,000 രൂപയ്ക്കാണ്. 75,000 രൂപ 85,000 രൂപ എന്താ 10,000 രൂപയ്ക്കും 15,000 രൂപയ്ക്കും പോലും സാധനമാണ്. അതുപോലെ തന്നെ നമ്മുടെ എസ്റ്റേറ്റ് വിഭാഗത്തിന്റെ പ്രവർത്തനം കൊണ്ട് നമുക്കൊരു മാസം ഏതാണ്ട് 1.5 കോടി രൂപയുടെ വരുമാന വർധനമാണ് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഒരു മാസം നമുക്ക് അവരുണ്ടാക്കി തന്നത്. വളരെ പ്രശംസനീയമായ പ്രവർത്തനമാണ് നമ്മുടെ എസ്റ്റേറ്റ് വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഈ ഹെഡ് ഓഫീസിൽ ഇരുന്നു കൊണ്ട് കഴിഞ്ഞ കാലം മാറിയിരിക്കുന്നു. എസ്റ്റേറ്റ് സെക്ഷനിൽ ഇരുന്ന 18 പേരെ ഒരുമിച്ച് സ്ഥലം മാറ്റി. അപ്പോൾ എന്നോട് MD തന്നെ ചോദിച്ചു, സാറേ എല്ലാവരും കൂടെ മാറ്റിയാൽ ഇത് എന്താവും എന്ന് വെച്ചാൽ, ഇത് എല്ലാവരും കൂടെ മാറ്റിയാൽ നന്നാവുമെന്ന് പറഞ്ഞു. എല്ലാവരും കൂടെ മാറ്റിയപ്പോൾ നന്നായി. അത് അത്ഭുതകരമായ വളർച്ചയാണ് അവർ കൈവരിക്കാൻ കഴിഞ്ഞത്. എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ജീവനക്കാരാണ് ഈ വിജയത്തിൻ്റെ പുറകിലുള്ളത്. ജീവനക്കാരെ മറന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ മുന്നോട്ട് പോകില്ല. ജീവനക്കാരോട് ഇന്നും സ്നേഹത്തോടെ ഞങ്ങൾ പെരുമാറുകയുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി എന്നതിലുപരി തൊഴിലാളി സംഘടനകളുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു ചരിത്രപരമായി അദ്ദേഹം തൊഴിലാളികൾക്ക് എന്നും തൊഴിലാളികളുടെ ആവേശമാണ്, തൊഴിലാളികൾക്ക് വേണ്ടി പോരാടിയിട്ടുള്ള ഒരു ധീര സഖാവാണ്. അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് നിരാശ വരികയില്ല. അദ്ദേഹം നമ്മൾ KSRTCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ ഏതാണ്ട് 650 കോടി രൂപ അദ്ദേഹം എഴുതി തള്ളിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയായി വന്ന കാലം മുതൽ KSRTC നൽകിയത് 10,000 കോടി രൂപയാണ്. നിങ്ങളെ നിലനിർത്താൻ, ഈ മഹാപ്രസ്ഥാനത്തെ നിലനിർത്താൻ നമുക്ക് നൽകിയത് 10,000 കോടി രൂപയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ആശുപത്രിയിലെ ആനുകൂല്യങ്ങളോട് ഞാൻ പ്രഖ്യാപിക്കാം. ഈ ആശുപത്രിയിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന സേവനങ്ങൾ വളരെ വലുതാണ്. നമുക്ക് ഏതാണ്ട് 10 സ്പെഷ്യാലിറ്റികളാണ് നമുക്കുള്ള സ്പെഷ്യാലിറ്റികൾ: കാർഡിയോളജി, ഓങ്കോളജി, ഗൈനക്കോളജി, ENT, നേത്രരോഗ വിഭാഗം, നെഫ്രോളജി, ഓർത്തോ, ഡെന്റൽ, മനോരോഗം, സൈക്കാട്രി, സർജറി, ന്യൂറോ, ഇത്രയും സേവനം നമ്മൾ കിട്ടും. അതിന് വിദഗ്ധരായ നമ്മുടെ ഡോക്ടർ കൂടാതെ വിദഗ്ധരായ ഡോക്ടർമാർ എല്ലാ ദിവസവും 2-3 ഡോക്ടർമാർ വീതം മൂകാംബിക മെഡിക്കൽ കോളേജിൽ നിന്ന് ഇവിടെ വരികയും അവരുടെ സേവനം നമുക്ക് ലഭ്യമാക്കുകയും ചെയ്യും. ഇവിടെ നമ്മൾ നടത്തുന്ന ടെസ്റ്റുകൾ, രക്തപരിശോധനകളെല്ലാം ഉണ്ട്. ലിവർ ടെസ്റ്റ് ഉണ്ട്, തൈറോയ്ഡ് ടെസ്റ്റ് ഉണ്ട്, എല്ലാം വിലപിടിപ്പുള്ള ടെസ്റ്റുകളാണ്. ഈ ടെസ്റ്റ് എല്ലാം രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെന്റർ കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ച കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ചെയ്തു തരും. ജീവനക്കാർക്ക് അവിടെ 10%, അതിൽ 10% സൗജന്യമുണ്ട്. അടുത്ത കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടരുത്. ജീവനക്കാർക്കും ഈ പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കും, പാവപ്പെട്ടവർക്ക്, ഞാൻ മുമ്പ് പറഞ്ഞ അമ്മമാരുണ്ടല്ലോ, പ്രായമായ അമ്മമാർ, ആരും ആശുപത്രി കൊണ്ടുപോകാൻ പോലും ഇല്ലാത്ത അമ്മമാർ, അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാം MRI സ്കാൻ ചെയ്യാൻ വെളിയിൽ ചിലവ് 7,000 രൂപ, 2,500 രൂപയ്ക്ക് ഇവിടെ ചെയ്തു കൊടുക്കും. ഇവിടെ നിന്ന് അവരെ സൗജന്യമായി വാഹനത്തിൽ കയറ്റി മൂകാംബിക മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് തിരിച്ചു കൊണ്ടുവരും.
അതുപോലെ അൾട്രാസൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1500 രൂപയാണ് വെളിയിൽ ചാർജ് ചെയ്യുന്നത്. ഇവിടെ 500 രൂപയെ ചാർജ് ചെയ്യുള്ളൂ. 500 രൂപ ഇതാണ് നമ്മുടെ ചാർജ്. അത് ഈ ആശുപത്രിയിലേക്കും തിരിച്ചിങ്ങോട്ടും സൗജന്യമായി വാഹനത്തിൽ നമ്മൾ വരുന്ന പേഷ്യൻസിനെ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് തിരിച്ചു കൊണ്ടുവരും. അതേ തുടർന്നുള്ള ചികിത്സകൾ ആവശ്യമുണ്ടെങ്കിൽ അതിനും മൂകാംബിക മെഡിക്കൽ കോളേജിൽ നമുക്ക് വളരെ സൗജന്യമുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കും. അതുകൊണ്ടല്ലോ അല്ലേ, അവിടെ ചെല്ലുമ്പം സ്കാൻ ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ ഇവിടുന്ന് വണ്ടിയിൽ ഫ്രീ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫുഡും തരും, അതും തരും. KSRTC ജീവനക്കാർക്ക് മാത്രമല്ല, ജീവനക്കാർക്ക് ഇതിൽ പറയുന്നതിൽ 10% പിന്നെയും കുറവുണ്ട്. പക്ഷെ സാധാരണക്കാരെ ജനങ്ങൾ, ഞാൻ പറയില്ല, ഇതിലേക്ക് സൈക്കിളിൽ ഓട്ടിക്കൊണ്ട് പോകുമ്പോൾ, മോട്ടോർ സൈക്കിളിൽ പോകുമ്പോൾ ഒരുപാട് അമ്മമാർ, പ്രായം ചെന്ന അമ്മമാർ ഇങ്ങനെ ആ അഗ്രഹാരത്തിൻ്റെയൊക്കെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഈ മണക്കാടോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് അമ്മമാർ, ഉമ്മമാർ, പാവങ്ങൾ ഇരിക്കുന്നുണ്ട്. അവർക്കൊക്കെ പോകാനൊരു സ്ഥലമില്ല. അവർക്ക് മെഡിക്കൽ കോളേജ് വരെ വണ്ടി പിടിച്ചു പോകാൻ പോലും അവർക്ക് പ്രയാസമാണ്. ഇവിടെ ആകുമ്പോൾ തിക്കും തിരക്കൊന്നും കാണത്തില്ല. നല്ല ഡോക്ടർമാർ വരും, അവർ പരിശോധിക്കും. പുറത്തുനിന്നുള്ളവർക്ക് മാത്രമേ കൺസൾട്ടിങ് ഫീ ഉള്ളൂ. സ്പെഷ്യലിസ്റ്റിൻ്റെ കൺസൾട്ടിങ്ങിന് 100 രൂപയും, നോർമൽ കൺസൾട്ടേഷൻ 50 രൂപയാണ് അല്ലേ, 50 രൂപയാണ്. അതുകൂടാതെ KSRTC ജീവനക്കാർക്ക് പൂർണ്ണമായി കൺസൾട്ടേഷൻ സൗജന്യമാണ്. ഇവിടെ ഇരിക്കുമ്പോൾ ഇറങ്ങി വന്ന് വല്ലപ്പോഴും ഒന്ന് ഡോക്ടറെ കണ്ടോണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അഭിപ്രായം. ഒന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് സന്തോഷമായിട്ടിരുന്ന് ജോലി ചെയ്തു. പിന്നെ വിശക്കുമ്പം വല്ലതും കഴിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക. ഒന്ന് പരിശോധിച്ചിട്ട് പോയാൽ കുഴപ്പമൊന്നുമില്ല, ഷുഗറില്ലെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ തിന്നാം. ഞാൻ വന്നപ്പോഴേ എനിക്കൊരു മുട്ടായി തിന്നു. ഈ സന്തോഷത്തിൽ ഞാൻ മുട്ടായി അങ്ങ് തിന്നു അവിടെ വെച്ചു. അപ്പോൾ TV-യിലൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇയാൾ മുട്ടായി കാണാത്ത ഏതോ ആളാണെന്ന് തോന്നത്തക്ക രീതിയിൽ അവർ അടുത്ത് വെച്ച് തന്നെ എടുത്തിട്ടുണ്ട്. ഇയാൾ ആദ്യമായിട്ട് മുട്ടായി തന്നെയാണ് എന്ന് തോന്നത്തക്ക രീതിയിൽ ഒരു മുട്ടായി തിന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഷുഗറിൻ്റെ അസുഖമില്ല, അതുകൊണ്ട് മുട്ടായി കഴിക്കാം. പിന്നെ മധുരം കഴിക്കാത്ത തടിയൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കേണ്ട ഇലക്ഷനൊക്കെ വരില്ലേ, മലയൊക്കെ കയറി ഇറങ്ങണ്ടേ, തടിയനായാൽ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് എല്ലാ നന്മകളും നേരുന്നു. നിങ്ങളെല്ലാം എൻ്റെ കുടുംബാംഗങ്ങളാണ്, എൻ്റെ സഹോദരങ്ങളാണ്, എൻ്റെ സുഹൃത്തുക്കളാണ്. നമ്മൾ ഒന്നിച്ചാണ് KSRTCയെ മുന്നോട്ട് നയിച്ചത്. എല്ലാവരോടും നന്ദി പറഞ്ഞു. പെൻഷൻകാരും പറഞ്ഞല്ലോ, പെൻഷൻകാരുടെ DAയുടെ കാര്യവും പരിഗണിക്കും. പെൻഷൻകാരുടെ ആശുപത്രി പെൻഷൻകാർക്കുണ്ടല്ലോ, അത് പറഞ്ഞു. പെൻഷൻകാർക്ക് ആശുപത്രി ഉപയോഗിക്കാം. അവർക്കും ഈ പറഞ്ഞ KSRTC ജീവനക്കാർക്ക് കിട്ടുന്ന സൗജന്യങ്ങൾ ഉണ്ടാകും. ഈ പറഞ്ഞ കൺസൾട്ടേഷൻ ഫീ ഇല്ല. ആ സൗജന്യങ്ങളെല്ലാം പുയപരാശൻ ഒരു പെൻഷൻകാരനായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പെൻഷൻകാരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആണെങ്കിലും KSRTC പെൻഷൻ അത് പോയിട്ടില്ല, കയ്യിൽ നിന്ന് പോയിട്ടില്ല. മോഹൻലാലിനെ വെച്ച് പരസ്യം എടുത്തപ്പം MD-യോട് ചോദിച്ചു, മണി അടിക്കാൻ ഞാനിവിടെ വരട്ടോ സാറേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ മോഹൻലാൽ മാത്രം മതി, ഉള്ളിയും കൂടെ മണി അടിക്കണ്ട എന്ന് ഞാനാണ് പറഞ്ഞത് കേട്ടോ. മോഹൻലാലിൻ്റെ പരസ്യത്തിൽ ഒരാഗ്രഹം, മോഹൻലാലിൻ്റെ ബസ്സിനൊന്ന് മണി അടിച്ചാൽ കൊള്ളാമെന്ന്. ഞാൻ പറഞ്ഞു അത് വേണ്ട, മോഹൻലാൽ എന്നെ പണ്ട് പഠിക്കുന്ന കാലത്തെ മോഹൻലാൽ ബെല്ലടിക്കുന്ന ആളാണ്, അതുകൊണ്ട് മോഹൻലാൽ അടിച്ച് മോഹൻലാൽ എന്നെ ഓടിച്ചോളും എന്ന് MD-യോട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മളുണ്ടല്ലോ, മോഹൻലാലിനെ പോലുള്ള മഹാനടന്മാർ നമുക്ക് വേണ്ടി പരസ്യം ചെയ്തതാണ് സൗജന്യമായിട്ട്. നിങ്ങൾ മനസ്സിലാക്കണം, പ്രിയദർശനെ പോലെ വലിയ സംവിധായകർ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംവിധായകരുള്ള പ്രിയദർശൻ സൗജന്യമായി ഒരു പൈസ പോലും പറ്റാതെ KSRTCക്ക് വേണ്ടി അദ്ദേഹം അത് ചെയ്തത്. 2 കാര്യങ്ങളാണ്: KSRTCയുടെ ഇഷ്ടം, 2 എന്നോടുള്ള സ്നേഹം. അത് രണ്ടുമാണ് തികച്ചും വ്യക്തിപരമാണ്. KSRTCയെ അവർ വ്യക്തിപരമായി മനസ്സിൽ ഇഷ്ടപ്പെടുന്നു, എന്നെ വ്യക്തിപരമായി അവർ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് വിരോധിപ്പിക്കാനും വിദ്വേഷിപ്പിക്കാനും. എൻ്റെ ചോര വേണമെങ്കിൽ ഒരു പിച്ചാത്തിയതാ, ഞാൻ മുറിച്ചു തരാം, കുടിച്ചോ. അല്ലാതെ വെറുതെ നടന്ന് എൻ്റെ പുറകെ നടക്കണ്ട. ഞാൻ ഇന്നിപ്പോൾ ഇതൊന്നും തരാതെ ഞാൻ രാജിവെച്ചു പോകുന്ന ചിലർ വിചാരിച്ചേ, അത് നടന്നില്ല. അങ്ങനെയൊക്കെ ആഗ്രഹിക്കാൻ കൊള്ളാമോ? മന്ത്രിസഭയ്ക്ക് ഇനി 5 ദിവസം 6 ദിവസം കാലം ഇലക്ഷൻ പ്രഖ്യാപിച്ച മന്ത്രിക്ക് പിന്നെ ഒരു വിലയില്ല. മന്ത്രിക്ക് ഒരു വിലയില്ല ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് അത്തരം സന്തോഷത്തിന് വേണ്ടി നടക്കണ്ട, അതൊരു നല്ല കാര്യമല്ല. അതുകൊണ്ടാണ് ഞാനിവിടെ ഒന്നും മിണ്ടാത്തത്. എനിക്ക് ആരോടും വിരോധം ഉണ്ടായില്ല. ഞാൻ മാധ്യമപ്രവർത്തകരോട് വളരെ മാന്യമായിട്ടും സ്നേഹമായിട്ട് പെരുമാറുള്ളൂ. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായിട്ട് എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. സന്തോഷം. ഇത് പണ്ടും ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യുമെന്ന് എനിക്കറിയാം. അതിൽ നിന്നും കൂടുതൽ വ്യത്യസ്തതയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല നിങ്ങളോട് ചിരിച്ചതും ചില മാധ്യമങ്ങൾ ഞാൻ ഇൻ്റർവ്യൂ തന്നതും. എൻ്റെ കഴിവുകേടാന്ന് വിചാരിക്കരുത്. ഞാനൊരു സ്നേഹം കൊണ്ട് തന്നു, കുറേ നാളായിട്ട് ചോദിച്ചു, തന്നു. പക്ഷെ തന്നതിൻ്റെ ഫലം എനിക്ക് തന്നു. സന്തോഷം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഈ ഒരു ആശുപത്രിയുടെ ഈ ഡയാലിസിസ് സെൻ്ററിൻ്റെയും ഡയാലിസിസ് സെൻ്റർ നമുക്ക് നൽകിയത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് സ്പോൺസർ ചെയ്തത്. 2 മെഷീൻ വന്നു. ഇനി 5 എണ്ണം കൂടി ഉടനെ വരും. അത് കൂടാതെ മൊത്തം 3 എണ്ണം കൂടി. അപ്പോൾ ഇപ്പോൾ വന്ന 2, 5, 10 ബെഡുകളിൽ ഡയാലിസിസ് ചെയ്യുന്നതായിരിക്കും. അത് ഏറ്റവും കുറഞ്ഞ കോസ്റ്റിലായിരിക്കും. അതായത് നമ്മുടെ കോസ്റ്റ് പ്രൈസിൽ നിന്നും വളരെ തുച്ഛമായൊരു പൈസ മാത്രമേ വയ്ക്കത്തുള്ളൂ. ഇവിടുത്തെ മെഡിക്കൽ സ്റ്റോറുണ്ട്, ഫാർമസിയിലും ഏറ്റവും നേരിയ മാർജിൻ എടുത്തുകൊണ്ട് എല്ലാ മരുന്നുകളും കൊണ്ട് നിറച്ചിരിക്കും. അതിനുള്ള ഏർപ്പാട് ഞാൻ MD-യോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ മരുന്നുകളും ഇവിടെ ലഭിക്കത്തക്ക രീതിയിൽ, അതും ഏറ്റവും കുറഞ്ഞ തുച്ഛമായ കാരുണ്യ മെഡിക്കലിന് കിട്ടുന്നതിനേക്കാൾ ഒരുപക്ഷെ ആ എമൗണ്ട് അല്ലെങ്കിൽ അതിനടുത്തുള്ളൊരു എമൗണ്ടിൽ വെളിയിൽ കിട്ടുന്നതിനേക്കാളും തുച്ഛമായ മാർജിൻ മാത്രം, നടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു മാർജിൻ മാത്രം എടുത്തുകൊണ്ട് എല്ലാവർക്കും, അത് ജീവനക്കാർക്കും തരും, നാട്ടുകാർക്കും തരും അതിൻ്റെ സൗജന്യം.
ജീവനക്കാർക്ക് ഒരു പ്രത്യേക ശതമാനം, നാട്ടുകാർക്ക് ഒരു പ്രത്യേക, ഏതായാലും മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ വളരെ വില കുറച്ച് മരുന്നുകൾ നിങ്ങൾക്ക് തരും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ഒരു ഡിസ്പെൻസറിയുടെയും നമ്മുടെ ഈ ഹോസ്പിറ്റൽ KSRTC മെഡിക്കൽ സെന്ററിന്റെയും ഡയാലിസിസ് യൂണിറ്റിന്റെയും ഉദ്ഘാടനം ദൈവനാമത്തിൽ ആർക്കും അസുഖം വരാതിരിക്കട്ടെ, ഇതിനാരും വലിയ തിരക്കുണ്ടാവാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ പണ്ടൊരു കോവിഡ് ആശുപത്രി ഉദ്ഘാടനം ചെയ്തു. പെട്ടെന്ന് അടച്ചു പോണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുക്കുക. ഇത് അടച്ചു പോണേ എന്ന് പ്രാർത്ഥിക്കുന്നില്ല, തുറന്നിരിക്കട്ടെ, ആവശ്യമുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ, ആവശ്യക്കാരുടെ എണ്ണം കുറഞ്ഞിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ മെഡിക്കൽ സെന്ററിന്റെ ഉദ്ഘാടനം, KSRTC മെഡിക്കൽ സെന്ററിന്റെ ഉദ്ഘാടനം നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ